പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് 8ന്റെ പണിയല്ല 18ന്റെ പണിയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയാതെ വയ്യ. വല്ല കാര്യമുണ്ടായിരുന്നു? ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ പദവിക്ക് പോലും ഇളക്കം തട്ടുന്ന, അതിൻ്റെ മാന്യത ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് ഹൈക്കോടതി മുഖത്ത് നോക്കി വി ഡി സതീശനോട് പറഞ്ഞത്. എന്താണ് കാര്യം? 2019 പ്രവർത്തനം തുടക്കം കുറിച്ച കെ ഫോണിനെതിരെ അഴിമതി ആരോപിച്ച് 2024 വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. കെ ഫോണിൽ അഴിമതിയുണ്ട്, അന്വേഷണം CBIക്ക് വിടണം, അതായിരുന്നു ഹർജി. അപ്പോൾ കോടതി ചോദിച്ചു, 2 അംഗ ബെഞ്ച്, മറ്റേ ദേവേന്ദ്രന്റെ ബെഞ്ചിലല്ല കഷ്ടകാലത്തിന് ഇത് ചെന്നുപെട്ടത്. അവിടെ ചെന്നുവിട്ടാൽ എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇത് വളരെ മാന്യന്മാരായ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ മാന്യന്മാരായ ജഡ്ജിമാരെല്ലാം അല്ലെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. 2 അംഗ ബെഞ്ചിൽ AJ ദേശായി പിന്നെ VJ അരുൺ എന്നീ 2 ജസ്റ്റിസുമാരടങ്ങുന്ന 2 അംഗ ബെഞ്ചിലാണ് ഈ ഹർജി വന്നത്. അവർ പല കാര്യങ്ങളിലും വളരെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ ജുഡീഷ്യൽ നിലപാടുകൾ എടുക്കുന്ന ജഡ്ജിമാരാണ്. അപ്പം അവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഹർജി? കോടതി 2 അംഗ ബെഞ്ച് ചോദിച്ചു. ദേശായി അരുണും ചോദിച്ചു. അത് അഴിമതിയാണ്. വി ഡി സതീശൻ്റെ മറുപടി അഴിമതിയാണ്. തെളിവുണ്ടോ? കോടതിയുടെ അടുത്ത ചോദ്യം. വളരെ ഷാർപ്പാണ് കാര്യങ്ങൾ. വി ഡി സതീശൻ, CAG റിപ്പോർട്ട് വന്നിട്ട് തെളിവ് ഹാജരാക്കാം, കോടതിയോടാണ് പറയുന്നത്. അപ്പോൾ കോടതി, എന്നാൽ പിന്നെ അത് വന്നിട്ട് ഈ ഹർജിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരെ, CAG റിപ്പോർട്ട് കിട്ടിയിട്ട് വന്നാൽ പോരെ? അപ്പോൾ വി ഡി സതീശൻ്റെ മറുപടി, അത് പിന്നെ ഇത് പൊതു താല്പര്യമല്ലേ? അപ്പോൾ കോടതി വളരെ ഷാർപ്പായിട്ട് വീണ്ടും ചോദിച്ചു, ഇതിൻ്റെ പേര്, കോടതി ചോദിച്ചില്ല, അഭിപ്രായം, കോടതിയുടെ അഭിപ്രായം, ഇതിൻ്റെ പേര് പൊതു താല്പര്യം എന്നല്ല, പബ്ലിസിറ്റി താല്പര്യം എന്നാണ്. വി ഡി സതീശന് കൊടുത്ത പണിയാണ് കോടതി, കേരള ഹൈക്കോടതി. ഇത് പബ്ലിസിറ്റി താല്പര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ എന്നർത്ഥം. അപ്പോൾ വി ഡി സതീശൻ, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാമല്ലോ, അയക്കുമോ? അപ്പോൾ കോടതി, എന്തിന് നോട്ടീസ് അയക്കണം? നോട്ടീസ് അയക്കുന്നില്ല, നോട്ടീസ് അയക്കേണ്ടുന്ന ഒരു കേസ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കാണുന്നില്ല എന്ന് കോടതി വി ഡി സതീശനോട് വ്യക്തമാക്കി. പിന്നെ കോടതി ചോദിച്ചു, 2019 ഈ കാര്യമായിട്ട് കെ ഫോണുമായിട്ട് ഇപ്പം 2024 ഇപ്പം ഈ ഹർജി കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അതിനെന്ത് അടിസ്ഥാനമുള്ളത്? ആത്മകഥം പി ഡി സതീശൻ, അത് ഞങ്ങളുടെ സങ്കല്പത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചിട്ട് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വിലയിരുത്തലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കോട്ടല്ല, അങ്ങനെ എടുക്കരുത്. കോടതിയിൽ നിന്ന് 8 അല്ല 18ന്റെ പണി കിട്ടിക്കഴിഞ്ഞു. മേലാൽ ഇങ്ങനെ കോടതിയിൽ വന്നേക്കരുതെന്നാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 2 അംഗ ബെഞ്ച് പറഞ്ഞത്. അപ്പോൾ ആത്മകഥം പിന്നീട് ബെഞ്ച് മാറിപ്പോയി. മറ്റേ ദേവേന്ദ്രന്റെ ബെഞ്ചിൽ കൊടുത്താൽ മതിയായിരുന്നു. അതായത് കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു പരാമർശമൊക്കെ വരുമായിരുന്നു. അല്ലെങ്കിൽ മാപ്രകളെ വിളിച്ചൊരു വാർത്താ സമ്മേളനം നടത്തിയാലും മതിയായിരുന്നു. മാപ്രകൾ ആഘോഷിച്ചതിനുമായിരുന്നു. മാപ്രകൾ നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. പിഴച്ചുപോയി, ആകെ നാണക്കേടായി. എന്താ ചെയ്യുക? ഇതാദ്യത്തെ കാര്യമല്ല. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൽ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അദ്ദേഹം എന്തൊരു ദയനീയ പരാജയമാണെന്ന് ഓരോ തവണയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ ബാധ്യതയായിക്കൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റിനെ പോലെ കെ സുധാകരൻ KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പ്രതിപക്ഷ നേതാവ് ഈ നവകേരള സദസ്സുമായ യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും പോയി വന്ന അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ കാര്യങ്ങൾ, നടപടികൾ ഒക്കെ പിഴച്ചു പോയില്ലേ? ഇനി അഗ്നിയാത്ര വരുന്നുണ്ട്, സമരാഗ്നിയാത്ര വരുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന് എപ്പോഴാണാവോ വരിക? ഡേറ്റൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഫെബ്രുവരി തുടങ്ങി, ഫെബ്രുവരി അവിടെ ഇത്രാം തീയതി അവസാനിക്കുമെന്ന് കാസർഗോഡ് തുടങ്ങിയിട്ട്. പിന്നെ അതിൻ്റെ അനക്കൊന്നുമില്ല. പിന്നെ മറിയക്കുട്ടിക്ക് KPCC പ്രസിഡന്റ് കെ സുധാകരൻ
പിന്നെ 1 മാസത്തിനകം വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മാസം തീരാറായി. വീടിനെ പറ്റി ഒരു അനക്കവും കേൾക്കുന്നില്ല. കെ സുധാകരൻ ഇത് ഓർക്കുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ ഓർക്കുന്നുണ്ടോ? മറിയക്കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് KPCC. അതിപ്പോ എന്തായി? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു, ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കോൺഗ്രസിനെ. നിങ്ങളൊന്ന് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, കൊടുത്ത വാഗ്ദാനം നടപ്പാക്കണം എന്ന് പറഞ്ഞു. അതെന്തായി എന്നുകൂടി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം.